മാവൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളായിരുന്നു ഇവർ. അതിനുശേഷവും മാവൂരിലെ കോൺഗ്രസ് നേതൃത്വം ഇവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന ഈ ഇന്ദിരാ മന്ദിറും അതുപോലെ തന്നെ കട്ടാങ്ങൽ റോഡിലുള്ള INDC ഓഫീസ് അടക്കം നമുക്ക് ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കന്മാർ കൂടിയാണിവർ. ആ കാലഘട്ടത്തിൽ CPM-ന്റെ മേൽക്കോയ്മയ്ക്കെതിരെ അതിശക്തമായി പ്രതിരോധിച്ചു നിന്നുകൊണ്ട് ഈ മാവൂരിൻ്റെ മണ്ണിൽ കോൺഗ്രസിന് വ്യക്തമായ വേരോട്ടം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളാണ്. ഞാനടക്കമുള്ള തലമുറകൾക്ക് വളരെ ഇവരുമായിട്ടുള്ള പരിചയം പരിമിതമാണെങ്കിൽ പോലും എനിക്ക് കൂടുതൽ പരിചയം പിള്ളേട്ടനായിട്ടായിരുന്നു. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റായ കാലഘട്ടത്തിൽ പിള്ളേട്ടൻ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വ സ്ഥാനത്ത് സജീവമായിരുന്നു. അദ്ദേഹം ഒരു കറുത്ത ബാഗും ഒരു കുടയും പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏത് പരിപാടി ഈ മാവൂർ പഞ്ചായത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവിടേക്ക് കടന്നു വരുന്ന, അതിൽ സമയമോ പ്രായമോ നോക്കാതെ, അത് മീറ്റിംഗ് ആയാലും പൊതുയോഗമായാലും മറ്റു പരിപാടികളായാലും അതിലെല്ലാം പങ്കെടുക്കുന്ന പിള്ളേട്ടൻ്റെ ഓർമ്മ ഇതുവരെ മനസ്സിൽ നിന്ന് മായാൻ സാധിക്കില്ല. കാരണം അന്ന് 9:15 അവസാനത്തെ ബസ് ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുക. ആ ബസ്സിനായിരുന്നു ഒരു പരിപാടി ഉണ്ടെങ്കിൽ പിള്ളേട്ടൻ ആ ബസ് കണക്കാക്കിയിട്ടായിരുന്നു പോവുക. അത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോകാൻ പ്രയാസമാണ്. പിന്നെ അദ്ദേഹത്തെ ആരെങ്കിലും ആ പ്രദേശത്തേക്ക് പോകുന്ന രഞ്ജിത്തേനടക്കമുള്ള ആളുകൾ കൊണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെ തൻ്റെ പ്രായത്തെ മറന്നുകൊണ്ട് വരെ, തീരെ പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യം എത്തുന്നത് വരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന, തനിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി എത്തിച്ചേർന്നിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു പിള്ളേട്ടൻ. അതുപോലെ തന്നെ ശിവരാമ മാസ്റ്ററായിട്ട് എനിക്കുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ രീതിയിലാണ് മാഷുമായുള്ള ബന്ധം എനിക്ക് ആദ്യം തന്നെ വരുന്നത്. മാഷ് എനിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ മാവൂരിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയപരമായി വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവരൊക്കെ പറയുന്നത് കേട്ട് ഒരുപാട് അനുഭവങ്ങൾ മാഷെക്കുറിച്ചുണ്ട് എന്നല്ലാതെ നേരിട്ട് ഒരു രാഷ്ട്രീയപരമായ ബന്ധമില്ല. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ അച്ഛൻ എന്ന രീതിയിലുള്ള ബന്ധവുമാണ് മാഷെക്കുറിച്ച് കൂടുതലുള്ളത്. അതൊക്കെ കുറിച്ചെല്ലാം വിശദമായി ഇവിടെ അവരുമായി രാഷ്ട്രീയ ബന്ധം പുലർത്തി അല്ലെങ്കിൽ അവരോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവർ വരെ മാവൂരിൽ നിർത്തി. AC ഷൺമുഖദാസ് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ സമയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 2 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു KC രാമചന്ദ്രേട്ടൻ. KK രാമചന്ദ്രൻ മാഷോടൊപ്പം അന്ന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതിശക്തമായ നേതൃത്വം കൊടുത്ത, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു KC രാമചന്ദ്രേട്ടൻ. അദ്ദേഹവും നമുക്കറിയാം മാവൂരിലെ ഈ INDC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്ന് നിൽക്കുന്ന ഈ കെട്ടിടവും അതുപോലെ തന്നെ മുകളിലെ INDC കെട്ടിടമൊക്കെ നമ്മുടെ കോൺഗ്രസ് അല്ലെങ്കിൽ INDC രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൈപ്പിടി ഒതുക്കുന്നതിന് വേണ്ടി വളരെ വലിയ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ്. കേരളം മൊത്തം അറിയപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു MLA-യോ അതിലപ്പുറത്തേക്കോ ആവേണ്ടിയിരുന്ന ഒരാളായിട്ടും തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചതിന് അല്ലെങ്കിൽ ആരെയും പെട്ടിതൂക്കുവാനോ അല്ലെങ്കിൽ ആരുടെയോ കാല് പിടിക്കുവാനോ പോകാൻ കഴിയാത്തൊരു നേതാവായതിനെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഒരു MLA ഒരു മന്ത്രിയൊന്നും ആവാതെ തൻ്റെ രാഷ്ട്രീയ മേഖലയുമായി ഒതുങ്ങി പോയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജൂലൈ മാസത്തിൽ 15-ാം തീയതി ഒരാളുടെയും, അതായത് KCR-ന്റെ, 17-ാം തീയതി ശിവരാമ മാസ്റ്ററും, 19-ാം തീയതി 18-ാം തീയതി DB പിള്ളേട്ടൻ. അപ്പം 3 ദിവസം അടുത്തടുത്ത ദിവസങ്ങളിലുള്ള ചരമദിനമായതുകൊണ്ടും കൂടിയാണ് നമ്മൾ 3 പേരുടെയും കൂടി ഒരുമിച്ച് ഇവിടെ നടത്തുന്നത്. അത് നമ്മളെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ, എല്ലാവരും ഇവിടെ വരുന്നവർ. എന്നാൽ 3 എണ്ണം ഒരുമിച്ച് നടത്തുന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് 3 ദിവസം സെപ്പറേറ്റ് നടത്താനും പ്രയാസമാണ് ഏതൊരു സംഘടനയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മറന്നുകൂടാൻ പറ്റാത്ത, നമുക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട മാവൂർ പഞ്ചായത്തിൽ എന്നല്ല കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന തലത്തിൽ വരെ എത്തിയിട്ടുള്ള KC രാമചന്ദ്രേട്ടൻ ആണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും. ഞാൻ അതേ സമകാലീന അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് കന്നിപ്പറമ്പിൽ നിന്നും ജാഥയായി നായരുവിയിലേക്കും ചൂരൂരിലേക്കും കുറ്റിക്കടവിലേക്കും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല പ്രാസംഗികൻ KC രാമചന്ദ്രേട്ടൻ. അതുപോലെ തന്നെ നമ്മുടെ ഒരു നല്ല സംഘാടകൻ, മധ്യസ്ഥം പറയാനും പാർട്ടിയുടെ സംഘാടകൻ ശിവരാമ മാസ്റ്റർ. അതുപോലെ തന്നെ നമ്മുടെ ജില്ല മാറി തെക്കൻ കേരളത്തിൽ നിന്നും മാവൂരിൽ ഗോളിയോറയൻസിൽ ജീവനക്കാരനായി വന്ന GB പിള്ള. മലപ്പുറം എന്നുള്ള ചെറുപ്പ പ്രദേശത്ത് കോൺഗ്രസിന്റെ കൊടി പിടിക്കാൻ എപ്പോഴും മുന്നിട്ട് എത്ര ആൾ പിന്നിലുണ്ടെന്ന് നോക്കാതെ ഗ്രാമസഭയായാലും സഹകരണ ബാങ്കിന്റെ ജനറൽ ബോഡി CPM-കാർ നിറഞ്ഞു നിൽക്കുന്ന ജനറൽ ബോഡിയിൽ പോയി നമ്മുടെ പാർട്ടിയുടെ
ആ, കാര്യങ്ങൾ വിശദമായി യാതൊരു സങ്കോചവും കൂടാതെ സംസാരിച്ച് പോരുന്ന തൻ്റെ ഇടമുള്ള ഒരു നേതാവായിരുന്നു ജീവിക്കുന്നത്. നമ്മളെ അത്തരത്തിലുള്ള 3 നേതാക്കന്മാരുടെ അനുസ്മരണമാണ് ഈ ചടങ്ങ് സംസാരിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി PC കരിമിനെ ക്ഷണിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഏറെക്കുറെ മുഴുവൻ ആളുകളും തന്നെ ഈ നേതാക്കന്മാരുമായിട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടപഴകി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനവും അല്ലാത്ത വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ നടത്തിയ ആളുകളാണ്. ഇത്തരം ആളുകളെ സ്മരിക്കുക വഴി നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിനും നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ഈ നേതാക്കന്മാരുടെ സ്മരണയിലൂടെ നമുക്ക് സാധിക്കും. ഇവർ ഓരോരുത്തർക്ക് വേണ്ടി തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അനുസ്മരണ സമ്മേളനം നടത്താനുണ്ട്. അതിന് മാത്രം അവരെ പറ്റി സംസാരിക്കാനുമുണ്ട്. പക്ഷേ ഈ 3 കൂടി ചേർത്ത് നടത്തിയ സാഹചര്യം മണ്ഡലം പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന KCR ആവട്ടെ, ശിവരാം മാഷാവട്ടെ, GV പിള്ള ഏട്ടനാവട്ടെ, അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ചെറിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സമ്മേളനങ്ങളിലൊക്കെ ജാഥ നടക്കുമ്പോൾ ആ ജാഥയിൽ KCRന് വേണ്ടി വളരെ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ചിരുന്ന ധാരാളം ആളുകൾ നമ്മുടെ മൊത്തം കേരളത്തിനകത്തുണ്ടായിരുന്നു. അങ്ങനെ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വലിയ നേതാവായി വളർന്നു വന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് KCR എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. വ്യക്തിത്വങ്ങളാണ്. ഇപ്പോൾ ശിവരാമാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഒരു പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. പക്ഷെ ഇതൊന്നും അവരുടെ പൊതുജീവിതത്തെ ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഒരു തടസ്സമായിട്ടില്ല. അവരെ ഏത് കാലത്തും നമുക്ക് ഈ മാവൂരിലെ രാഷ്ട്രീയത്തിൽ സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ച് എന്തുകൊണ്ടും അവരെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. GV പിള്ളേട്ടനാണെങ്കിൽ കടന്നു വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മലപ്പുറം എന്ന ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് CPMന്റെ ഇന്നത്തെ CPM അല്ല, പഴയ കാലത്തെ CPM എന്ന് പറഞ്ഞാൽ വളരെ വിഷമുള്ള CPM, ആ CPMന്റെ കോട്ടയിൽ നിന്നുകൊണ്ട് നിർഭയം കോൺഗ്രസിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് പോരാടിയ ഒരു നേതാവാണ് GV പിള്ള. അങ്ങനെ 3 പേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ മാവൂരിൻ്റെ മണ്ണിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അടിത്തറ ഉണ്ടാക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും ഇന്ന് ഈ കാണുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ പറയുന്ന നമ്മുടെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിൽ ഇവരുടെ പ്രയത്നങ്ങൾ നമുക്ക് എന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. ദിവസം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ശ്രീ KV വിജയരാഘവട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമം അർപ്പിക്കുകയാണ്. ഇവിടെ ആവർത്തിച്ച് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ വർഷത്തെ ഈ വാർഷികത്തിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. KC ശിവരാം മാസ്റ്റർ, രാമേന്ദ്രേട്ടൻ, പിള്ളാട്ട്, ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് പൊതുപ്രവർത്തനത്തിന് നീക്കിവെച്ച ആളുകളായിരുന്നു. പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തനം കൂടി ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മാത്രം അവരെ സ്മരിക്കുന്നത്. നമ്മളത് ബാധ്യത കൂടിയാണ് അവരെ സ്മരിക്കല്. ഇവിടെ നമ്മളൊരാളെ പറ്റി ഓർക്കുമ്പോൾ അയാളെ ഓർത്തു പോകുന്നതിനപ്പുറം അയാളിലെ നല്ല വശങ്ങൾ എന്താണോ അതിലൊരു അംശമെങ്കിലും സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൽ എങ്ങനെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പകർത്താൻ സാധിക്കും, അതിന് നമ്മൾ 1% വിജയിച്ചാൽ അതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്മരണ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. ഇവിടെ ഓരോരുത്തരെയും സവിശേഷതകൾ നമ്മളിവിടെ PC അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ പ്രവർത്തന മികവുണ്ടായിരുന്നു. രാഷ്ട്രീയം ഒരു കലയാണെന്ന് പറയാറുണ്ട്. മാത്രമല്ല അതൊരു വിധിയും കൂടിയാണ്. ആ വിധി അനുകൂലമായിരുന്നെങ്കിൽ KC രാമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇനി കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയോ MLA ഒക്കെ ആവേണ്ട ആളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന, അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നിരുന്ന ആളുകൾ, KK രാമേന്ദ്ര മാസ്റ്റർ ആവട്ടെ, AC ഷൺമുഖദാസ് ആവട്ടെ, അദ്ദേഹത്തിന്റെ സമകാലികനായ ആര്യാട് മുഹമ്മദ് ആകട്ടെ, ഇവരൊക്കെ നിരവധി വർഷക്കാലം MLAയും മന്ത്രിമാരുമായിരുന്ന ആളുകളാണ്. അപ്പോഴും തന്നോടൊപ്പം പിന്നിലിരുന്ന ആളുകൾ തന്നെ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോഴും അതിലൊന്നും ഒരു നിരാശ തോന്നാതെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി സ്ഥിരമായിട്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്നതിൽ അദ്ദേഹം കാണിച്ച ജാഗ്രത. അവസാന നാളുകളിൽ വർഷങ്ങളായിട്ട് പുതിയ ആളുകൾക്കൊന്നും അദ്ദേഹത്തെ അറിയാത്തതിന് കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹം കുണ്ടുപറമ്പിലായിരുന്നു താമസം.
അതുകൊണ്ട് തന്നെ മാവൂർക്കാർക്ക് അദ്ദേഹത്തെ പുതിയ തലമുറക്ക് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല. പക്ഷെ കുണ്ടുപറമ്പിലാകുമ്പോഴും രാവിലെ എണീറ്റ് ആ കാറിലൊരു ഡ്രൈവറെയും വെച്ച് നേരെ ഗാന്ധിഗ്രഹത്തിൽ വന്ന് അവിടെ ഒരു പണിയില്ലെങ്കിലും അവിടെ വന്ന് ഇരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചിട്ടയായിരുന്നു. അത് പിന്നെ വടിവൊത്ത കതറിട്ട് ഒരു ബാഗും തൂക്കി അല്ലെ സജീവമായിട്ട് നിൽക്കുന്ന കാലത്ത് പോലും INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ അദ്ദേഹമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകൾ. പിള്ളേട്ടന്റെ പറഞ്ഞു, പിള്ളേട്ടൻ ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയിൽ പിന്നെ അന്നത്തെ 1-ാം വാർഡിലൊക്കെ ഒരു ഗ്രാമസഭയിൽ പോയി ഇരിക്കാൻ ഭയമാകുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഗ്രാമസഭയിൽ പോയി എണീറ്റ് നിന്ന് നമ്മളൊക്കെ പഞ്ചായത്തിലൊക്കെ വന്നതിന് ശേഷം അവിടെ അതിനൊക്കെ സാക്ഷിയായ ആളുകളാണ് നമ്മളൊക്കെ. അവിടെ എണീറ്റ് നിന്ന് വളരെ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കുകയുള്ളൂ. എത്ര പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അന്തരീക്ഷം അദ്ദേഹം പറയും. ഞാൻ ഓർക്കാണ് ഒരു കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നമ്മുടെ മാമ്പറ്റ കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശങ്കരൻ വക്കീൽ അവിടെ വന്നു. ആരോഗ്യമന്ത്രിയാണ്, ഭരണമുള്ള സമയത്ത്. പക്ഷെ അന്നൊരു വിവാദം നടക്കുന്നുണ്ട്. ശങ്കരൻ വക്കീലും ഔദ്യോഗിക വസതിയിൽ പാചകക്കാരൻ വെച്ചത് പാചകക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊരു പ്രചരണം പത്രങ്ങളിലൊക്കെ വാക്കുന്ന കാലം. ഇദ്ദേഹം എണീറ്റ് നിന്നിട്ട് ശങ്കരൻ വക്കീലിനോട് ചോദിച്ചു, വക്കീൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പിള്ളേട്ടാന്ന് ചോദിച്ചു. പരിചയമുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ വെച്ചത് ശരിയായില്ല. അത് പറയാൻ പിള്ളേട്ടന് മാത്രമേ സാധിക്കുള്ളൂ. അത് പറയുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ആ നഷ്ടത്തിന് പറ്റി ഓർത്തില്ല. അയാൾക്ക് ശരിയാണ് തോന്നുന്ന കാര്യം അന്ന് മന്ത്രിയുടെ മുഖത്ത് നോക്കി കാർത്തിക ഓഡിറ്റോറിയത്തിൽ പറഞ്ഞു, ഞാൻ ഇന്നും ആ ചിത്രം എൻ്റെ മുമ്പിലുണ്ട്. അത് അദ്ദേഹം വാർഡിലെ ഗ്രാമസഭയിലായാലും അയാളുടെ ശൈലി അതാണ്, എവിടെയായാലും അദ്ദേഹത്തിന്റെ ശൈലി അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ഓരോരുത്തർക്ക് എടുത്താണ്. ശിവരാമാശ്രീ അഗാധമായ പാണ്ഡിത്യം, ശിവരാമാശ്രീക്ക് മഹാഭാരതം, രാമായണം ഇതിൽ നിന്നൊക്കെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് സമകാലിക രാഷ്ട്രീയത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രസംഗത്തിലൂടെ പ്രതിഫലിപ്പിച്ച ഒരാളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവരാമാശ്രീക്ക് ഒരു പ്രൊഫഷണൽ ആകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവും ഒരു പ്രാസംഗികനുമായി അദ്ദേഹം മാറുമായിരുന്നു. അതിന് മാത്രം അറിവുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് അത്രമാത്രം അറിവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു KC ശിവരാം മാസ്റ്റർ. അപ്പൊ ഈ 3 ആളുകൾ, അതോടൊപ്പം നമ്മൾ സ്മരിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സ്മരണകളിൽ വരാത്ത, സെപ്റ്റംബറിൽ നമ്മൾ KT സ്മരിക്കും, അതുപോലെ ഓരോരുത്തരും നമ്മൾ സ്മരിക്കും. പക്ഷെ അതിനൊന്നും ഗണത്തിൽ പെടാത്തതും ഇതിനൊക്കെ അർഹതപ്പെട്ട് ഇനിയും ഒരുപാട് ആളുകൾ. എനിക്കൊരു അഭിപ്രായം ഉള്ളത്, നമ്മളെ ഒരു ടീമിനെ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു സ്മരണിക പൂർവ്വകാല കോൺഗ്രസിന്റെ മാവൂരിലെ നേതാക്കന്മാരെയൊക്കെ അവരുടെ ചരിത്രം അന്വേഷിച്ച് പിടിച്ച് ഒരു പുസ്തകം നമുക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയിട്ട്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇനി വരുന്ന തലമുറക്ക് വേണ്ടി പഠിക്കാൻ നമുക്ക് ഉണ്ടാക്കണം. ഇപ്പൊ പ്രേമനെപ്പോലുള്ള ആളുകളൊക്കെ റിട്ടയർഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. അവരെപ്പോലുള്ള ആളുകളൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് മാവൂരിലെ കോൺഗ്രസ് ചരിത്രം എന്ന് പറയുന്ന ഒരു സ്മരണിക, അതിൽ പിന്നെ അഗസ്ത്യേട്ടൻ നമുക്ക് പറയേണ്ടി വരും. അഗസ്ത്യേട്ടന്റെ കൂടെ നിരവധി വർഷക്കാലം ജനറൽ സെക്രട്ടറി ഉണ്ണിക്കുട്ടിയേട്ടനുണ്ട്. അതുപോലെ തന്നെ ബോട്ട് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വലിയ സ്ഥാനങ്ങളൊന്നും വഹിക്കാതെ കടന്നുപോയ ബോട്ട് സെബാസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ കടന്നുപോയ ആളുകളുണ്ട്. MK മൂലക്കടവത്ത് മുഹമ്മദ് അലിക്ക, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ. അത്തരം ആളുകളൊക്കെ ചരിത്രം കണ്ടുപിടിച്ച് കിട്ടാവുന്ന അത്ര പലരും ഫോട്ടോ ലഭ്യമായിരിക്കില്ല. ഫോട്ടോ കിട്ടുന്ന ഫോട്ടോ വെച്ചിട്ട് നമുക്കൊരു സ്മരണിക, അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആ ദൗത്യമായിട്ട് എടുത്താൽ അതിന്റെ കൂടെ, എന്നിട്ട് നമുക്ക് വരുന്ന തലമുറക്ക് സമ്മാനമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ കടന്നു വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഷാളല്ല, ഈ പുസ്തകം കൊടുത്താൽ ആ പുസ്തകം കൊടുക്കണം. നമ്മൾ ആലോചിക്കേണ്ടത് മാവൂരിന്റെ ചരിത്രം എടുത്ത് നോക്കി നിങ്ങൾ അത്ഭുതപ്പെട്ടു. സഹകരണ സംഘങ്ങളൊക്കെ CPMന്റെ കാലത്ത് ആ കയ്യിലാന്നൊക്കെ പറയും. ഇപ്പം ഒരു വനിതാ സൊസൈറ്റി അർബൻ ബാങ്ക് നമുക്കുണ്ട്. പക്ഷെ അതിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മാവൂർ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടാക്കിയത് നമ്മളാ, അല്ലേ? മാവൂരിലെ പട്ടികജാതി സൊസൈറ്റി ഉണ്ടാക്കിയത് നമ്മളാ. എണ്ണയാട്ട് കേന്ദ്രം ഉണ്ടാക്കിയത് നമ്മളാ. ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രം ഉണ്ടാക്കിയത് നമ്മളാ. ഒക്കെ നമ്മുടെ സംഘടനാ പിഴവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. CPMന്റേതായപ്പോൾ പിന്നെ വന്നവർ പറഞ്ഞ് സഹകരണ സംഘങ്ങളൊക്കെ CPMന്, കോൺഗ്രസിന് ആ പരിപാടി ഇല്ല. കോൺഗ്രസിനെ ഈ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് മാവൂരില് പീതാംബരം മാസ്റ്റർ സബർമതിയിൽ ആശ്രമത്തിൽ പോയി ജീവിച്ച ഒരു മനുഷ്യൻ ഈ മാവൂരിൽ ഉണ്ടായിരുന്നു. പീതാംബരം CN പീതാംബരം മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഒക്കെ മഹത്വം അറിയണമെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിന് മാത്രമുള്ള ആളുകളാണ് ആളുകൾ. PM മാധവേട്ടൻ നിരവധി ആളുകളെ പട്ടികജാതിക്കാർ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാത്ത കാലത്ത് അവർക്ക് സാമ്പത്തികവും അല്ലാത്ത സഹായം കൊടുത്ത് നിരവധി ആളുകളെ, വായോളി സ്വാമിയെ പോലെ മരിച്ചുപോയ വേലായുധൻ എന്ന് പറയുന്ന പലർക്കും അറിയില്ല, വേലായുധൻ
ഇതിൽ ഇൻകം ടാക്സിൽ ഉയർന്ന പദവി വെച്ചിരുന്ന വേലായുധൻ എൻ്റെ ട്യൂഷൻ മാസ്റ്റർ കൂടിയായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ പഠിപ്പിച്ച് ഡിഗ്രി എടുത്ത് ജോലിയാക്കി കൊടുത്ത PM മാധവേട്ടൻ ഉണ്ടായിരുന്നു. അയാളൊക്കെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ചരിത്രം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഒരു സ്മരണിക നമുക്ക് ഇറക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഈ അനുസ്മരണം വളരെ ഭംഗിയായി ചിട്ടയായി സംഘടിപ്പിക്കുന്ന മണ്ഡലം കമ്മിറ്റി അനുമോദിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റ രാഘവേട്ടൻ തീർച്ചയായിട്ടും വരും. പരമാവധി നമ്മൾ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. 12 മണിയോടുകൂടി എത്തും. എന്തായാലും തീർച്ചയായിട്ടും കുറ്റിക്കടവിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആകസ്മിക മരണം നടന്ന വീട്ടിലും ഉൾപ്പെടെ അദ്ദേഹത്തിന് പോകാനുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. KC രാമചന്ദ്രൻ, 2 ശിവരാമ മാഷ്, 3 പിള്ളേട്ടൻ. ഇവിടെ അകാല അവരുടെ ചർമ്മത്തിലെ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങും. ഭാഗ്യവശാൽ ഈ 3 നേതാക്കളോടൊപ്പം വിവിധ രംഗങ്ങളിൽ പ്രവർത്തനം നടത്താൻ ഈ എളിയവന് സാധിച്ചിട്ടുണ്ട്. KC രാമചന്ദ്രൻ അവരുടെ കൂടെ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റും അന്നത്തെ 2 സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോലെ എണ്ണം പറയാൻ കഴിയാത്ത ഭാരവാഹികളല്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം INTUC വന്ന സമയത്ത് 72 മുതൽക്ക് ഞാനും INTUC ആയി. INTUC അദ്ദേഹവും ഞാനും ഭാരവാഹികളായി ഈ കമ്പനി പൂട്ടുന്നത് വരെ. പൂട്ടിയതിന് ശേഷം INTUC ഓഫീസിൽ ചേർന്നിട്ടുള്ള പഴയ ഭാരവാഹികളെ യോഗത്തിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കോഴിക്കോട്ടേക്ക് മാറ്റിയ സമയത്ത് ഞാൻ ഭാഗ്യവശാലിനായി ഗവൺമെൻറ് പെൻഷൻ അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളെ സാമ്പത്തികമായും സംഖ്യാബലത്തിലും ഞങ്ങൾ കുറഞ്ഞ കോഴിക്കോട് ജില്ല മാത്രം ആയി മുന്നോട്ട് പോയിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമുക്ക് കോഴിക്കോട് സിറ്റിയിലൊരു ഓഡിറ്റോറിയം എടുത്ത് നമുക്ക് യോഗം ചേരാൻ കഴിയാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഖാദിയുടെ ആഫീസിൽ അദ്ദേഹം ഉണ്ടാവും. ഈ സമയത്തും അദ്ദേഹം ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആഫീസിലാണ് ഞങ്ങൾ യോഗം ചേരാറ്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് അവസാനം നമ്മൾ 2014 അദ്ദേഹം തിരുവനന്തപുരത്ത് ചേർന്നിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിലാണ് അദ്ദേഹം അവസാനമായി പങ്കെടുത്തത്. ആ രീതിയിൽ അദ്ദേഹവുമായി നമ്മൾ നിരന്തരം പ്രവർത്തന രംഗത്ത് ഏതെല്ലാം മേഖലയിലുണ്ട് ആ മേഖലയിലൊക്കെ. KC രാമചന്ദ്രേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ എനിക്ക് അതുകൊണ്ട് KC രാമചന്ദ്രേട്ടൻ ഒരു അന്നത്തെ ജില്ലാ ലേബർ ഓഫീസർ ഒരു മാരാരുണ്ടായിരുന്നു. അയാൾ ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അത് എനിക്ക് ഉപകരിച്ചത് അനിതൻ്റെ അച്ഛൻ്റെ പെൻഷൻ നിന്നുപോയി. അപ്പൊ അനിതൻ്റെ അച്ഛൻ്റെ വിചാരം ദാമോദരൻ മാഷ് ഇല്ലാതെയാക്കിയതാണ് എന്ന് ഒരു ധാരണ. അങ്ങനെ ഞാൻ മൂപ്പരെ കൂട്ട് പോയി ഈ മാരാരെ കണ്ട് അത് അവിടുന്ന് മൂപ്പരെ പുറത്തെടുത്തി. മൂപ്പരായിട്ട് കയറ്റാൻ അങ്ങനെ ഈ ജില്ലാ ലേബർ ഓഫീസർ മാരാരെ കണ്ടത് രണ്ടാമത് പുനഃസ്ഥാപിച്ചൊരു അനുബാധ KC രാമചന്ദ്രേട്ടനെ കൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ് അന്ന് പരിചയപ്പെടുത്തി തന്നതിനുള്ള ഗുണം. അതുപോലെ തന്നെ ശിവരാമ മാഷാണെങ്കിലും പല കാര്യങ്ങളിലും ഇവിടെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അവഗാഹമായ അറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ നാട്ടിന് വേണ്ടി ചെറുപ്പം ആസ്പത്രിക്ക് വേണ്ടി ദിവസങ്ങളോളം നിരാഹാരം കടന്ന ഒരു വ്യക്തി കൂടിയാണ്. കൂട്ടത്തിൽ KC പ്രഭാരനാരും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ പിള്ളയാണെങ്കിൽ 1-ാം വാർഡിലെ CPM-ന്റെ കോട്ടയായ 1-ാം വാർഡിൽ പ്രവർത്തിക്കാൻ നമുക്കൊന്നും കുറച്ചൊരു നമ്മൾ പറയും തൊലിക്കട്ടിയത് അത് അത്രയ്ക്കും ശക്തമായിട്ട് അവിടെ CPM-ന്റെ കോട്ടയിൽ കയറി പ്രവർത്തിക്കാനും
ഉണ്ടായിട്ടുള്ള ഒരു ധൈര്യവും ഒരു കോൺഗ്രസിനോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടാണത്. അതിലൊരു ഉദാഹരണമാണ് അയാളെ CPM-കാർ പോലും അംഗീകരിച്ചിരുന്നുള്ള ഉദാഹരണമാണ് നമ്മൾ CPM-ന്റെ ഈ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മത്സരിച്ചിരുന്നു. നമ്മൾ മത്സരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പിള്ളേടനാണ്. കാരണം ഒന്നാം വാർഡിന്റെ ഭാഗത്ത് നിന്ന് കുറെ വോട്ടുകൾ അയാൾക്ക് കിട്ടി. നമ്മൾ മത്സരിച്ച കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ വോട്ടിട്ട് പിള്ളേടനായിരുന്നു. അത് അയാൾ അവിടുത്തെ പ്രവർത്തനം കൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ്. കാരണം എന്തായാലും അയാൾ എങ്ങനെ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ CPM-കാരുടെ മനസ്സിലും ഇയാൾ നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്, നല്ല കാര്യമാണ്, ഇതാണ് എന്നുള്ള നല്ലൊരു വിചാരം അയാളെ പറ്റി ഉണ്ടായതുകൊണ്ടാണ്. ഏതായാലും ഈ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഇവരെ 3 പേരെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. പ്രിയപ്പെട്ട പിള്ളേട്ടൻ കൊല്ലത്ത് നിന്ന് ഗോളിയോറൻസ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ആ കൊല്ലത്ത് നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട പിള്ളേട്ടൻ മാവൂരിലെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാവൂരിന്റെ ജനങ്ങളുടെ മനസ്സ് പിടിച്ചു പറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കടന്നുപോയത്. ഇവരൊക്കെ പറഞ്ഞതുപോലെ മലപ്പുറം പ്രദേശത്ത് 1-ാം വാർഡില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, നമുക്കറിയാം അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ ആകെ നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ട് 58. നമ്മുടെ വർഗീസായിട്ട് മത്സരിക്കുമ്പോൾ അവിടെ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നത് ഇന്ന് വളരെ മാറ്റം വന്നു. ഇവിടെ 100 ചില്ലാൻ വോട്ടുകളായി മാറി. അപ്പൊ അവിടെ ആ രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് കിടപിടിച്ച് ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ പിള്ളേട്ടന്റെ ആത്മധൈര്യത്തെ കുറിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ മാവൂരിന്റെ മണ്ണിൽ അതിശക്തമായ അദ്ദേഹത്തിന് പറയാനുള്ളത് ഏത് ആളുടെ മുഖത്ത് നോക്കി റസാഖ് നേരത്തെ പറഞ്ഞതുപോലെ എന്ന് മാത്രമല്ല, പഞ്ചായത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ പഞ്ചായത്തിന് ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്ത് നോക്കി തനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുന്ന വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട പിള്ളേട്ടൻ. അപ്പോ ആ പിള്ളേട്ടന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങളെ വെച്ചുകൊണ്ട് അതിന് അവര് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യം മാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇനി അങ്ങോട്ടുള്ള നാളുകൾ അവരെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ 3 നേതാക്കന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ 3 നേതാക്കന്മാരുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് ഉള്ള നന്ദി കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചേക്കാൻ വാക്കുകൾ അവരെ കുറിച്ച്, അവരോടൊപ്പം പ്രവർത്തിച്ചതിനെ കുറിച്ച്, അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് 1-2 ചെറിയ വാക്കുകൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായും പിള്ളച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും പലരും പറയാത്തൊരു കാര്യമാണ് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാവൂരിൽ ഗോളിയോറൻസ് നിലനിന്നിരുന്ന സമയത്ത് വലിയ ശക്തിയുള്ള യൂണിയനായിരുന്നു CITU. CITUവിൻ്റെ ജില്ലാ സമ്മേളനം ഈ മാവൂരിൽ വെച്ച് നടക്കുന്ന സമയത്ത് അന്ന് CPM-ലെ പ്രധാന നേതാവായിരുന്ന മന്ത്രിയായിരുന്ന ഗൗരിയമ്മ ഈ മാവൂരിൽ വരികയുണ്ടായി. ഈ വലിയ സമ്മേളനത്തിലേക്ക് CIT-ന്റെ സമ്മേളനം മാവൂരിൽ നടക്കുകയാണ്. മാവൂരിൽ ഒരുപാട് ജനങ്ങളുണ്ട് ആ പരിപാടിയിലെല്ലാം പങ്കെടുക്കാൻ. അന്ന് യൂത്ത് കോൺഗ്രസ് ഒരു പ്രകടനം വെച്ചു. ഗൗരിയമ്മയ്ക്ക് ഗോ ബാക്ക് വിളിച്ചുകൊണ്ട്. ഞാൻ ഓർക്കുന്നത് അന്ന് മണ്ഡലം പ്രസിഡന്റ് ബാലകുമാറും മണ്ഡലം സെക്രട്ടറി ഷമീർ ബാബുവിൻ്റെയും നേതൃത്വത്തിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാം ഒന്നിച്ച് ചങ്കുറപ്പോട് കൂടിയിട്ട് അതിന് ഗൗരി അമ്മയ്ക്ക് ഗോ ബാക്ക് വിളിച്ചുകൊണ്ട്, ഒരു പക്ഷേ നേരത്തെ വളപ്പിൽ റസാക്ക പറഞ്ഞ പോലെ
ശ്രീരാം മാഷ് ഏതൊരു പ്രസംഗത്തിലും ഉദ്ധരിക്കുന്ന മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഉദ്ധരണികളെ പോലെ ആ പത്മവ്യൂഹം ഭേദിക്കാൻ ഞങ്ങൾ പോയി. ആ പോയ സമയത്ത് പ്രായഭേദമന്യേ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പരിപാടിയാണെങ്കിലും അന്നത്തെ മുതിർന്ന പ്രവർത്തകരും ബാക്കിലെല്ലാം അനുഗമിക്കാറുണ്ടായിരുന്നു. ആ പരിപാടിയിലും ഞങ്ങൾക്കെല്ലാം പ്രചോദനമായി ഞങ്ങളെ കൂടെ പിള്ളച്ചേട്ടൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് നമുക്കറിയാം CIT പോലുള്ള ഒരു സംഘടനയുടെ പരിപാടിയിലേക്ക് നമ്മളെല്ലാം ഇരച്ചു കയറാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് അനുഭവമാണ് ഉണ്ടാവുക എന്നത്. അത്തരം അനുഭവങ്ങളെല്ലാം എന്ത് തന്നെ ഉണ്ടായാലും ആ പരിപാടിയിലേക്ക് ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകാൻ പിള്ളച്ചേട്ടനും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ KC ശിവരാം മാഷ് പല പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്തും അതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന സ്ഥലത്ത് കൊടികെട്ടാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും ഒരു എളിയ പ്രവർത്തനം എന്ന രീതിയിൽ എനിക്കും സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാവൂരിൽ INDC പ്രവർത്തനവുമായി വിവിധ തലത്തിൽ INDCയിൽ യോഗം വിളിക്കുമ്പോൾ KCR ഉൾപ്പെടുന്ന അന്നത്തെ കാലഘട്ടത്തിൽ KCR വിളിച്ച യോഗത്തിൽ വെച്ച് നമ്മുടെ മുഹമ്മദ് അലി അക്കയുടെ പ്രസിഡന്റായും സെക്രട്ടറി ആയിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് മാവൂരിൽ INDC പുനഃസംഘടിപ്പിക്കുവാനും ഞങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് KCR ഞങ്ങളെ മാവൂരിൽ വെച്ച് ഒരു പൊതുപരിപാടിയിൽ വെച്ച് 2005 പൊതുപരിപാടിയിൽ വെച്ച് KCRഉം അന്ന് എല്ലാവർക്കും തന്നെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തുകൊണ്ട് മാവൂരിൽ വളരെ ശക്തമാണ് INDC എന്ന് അന്ന് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഈ കാർഡ് കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പൊതുപരിപാടിക്കും അതേപോലെ തന്നെ INDCന്റെ വിവിധ കമ്മിറ്റികളിലും അതാത് കാലത്ത് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അതിലൊരു അംഗമാകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അവസാന കാലത്തും അദ്ദേഹത്തിന്റെ വേർപാട് ഞാൻ പട്രോഡിൽ ചികിത്സയിലായിരുന്നപ്പോഴാണ് നടന്നത്. അതിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അത്തരം കാര്യം 1-2 വാക്കുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാ നേതാക്കൾക്കും അതേപോലെ എല്ലാവർക്കും തന്നെ ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോട് കൂടിയിട്ട് ഈ യോഗം അവസാനിച്ചിട്ട് അറിയിക്കുകയാണ്.